എൻ്റെ ഈ സ്റ്റഡി ടിപ്സ് എന്നുള്ള വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്താൽ ഹോമിലുള്ള വീഡിയോസ് ഷോർട്സിലെ പ്ലേലിസ്റ്റ് എന്നുള്ള ബട്ടൺ അല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ മാത്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ഒരു ഈസി ട്രിക്കിൽ 1000-ൽ നിന്നും ഒരു സംഖ്യ കുറക്കാനുള്ള എളുപ്പവയും അല്ലേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്രിസ്മസ് എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് അതും നിങ്ങൾ കാണേണ്ടതാണ് അല്ലേ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സ് ഗണിതത്തിൽ നിന്നും വാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2024-25 പുതിയ സിലബസ് പ്രകാരം ഈ പുതിയ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2018-19 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിലും ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1, ഓണസദ്യ. ഗോപുവിൻ്റെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മ. സാമ്പാർ ഉണ്ടാക്കുന്നതിനിടയിൽ അമ്മ ചോദിച്ചു, ഗോപു, ഈ കോവക്കയുടെ നീളം ഊഹിക്കാമോ? ഗോപുവിനോട് ഈ കോവക്കയുടെ നീളം ഊഹിക്കാനാണ് പറഞ്ഞത് അല്ലേ, ഗസ് ചെയ്യാൻ. ഗോപുവിൻ്റെ ഊഹം ശരിയായിരുന്നു. ചോദ്യം എ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും ഗോപു പറഞ്ഞ ഉത്തരം? ഗോപു എന്തായിരിക്കും പറഞ്ഞത്? ഈ കോവക്കയുടെ നീളം അല്ലേ ഊഹിക്കാൻ പറഞ്ഞു അമ്മ. അപ്പോൾ ഗോപുവിൻ്റെ ഉത്തരം ശരിയാണ്. എന്തായിരിക്കും അപ്പോൾ ഗോപു പറഞ്ഞ ഉത്തരം അല്ലേ? ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. എ 1 മീറ്റർ, ബി 5 സെൻറ്റിമീറ്റർ, സി 5 മീറ്റർ. അല്ലേ, നിങ്ങൾക്കറിയാം ഒരു കോവക്ക അല്ലേ, ഇത് ചെറിയൊരു പച്ചക്കറി അല്ലേ, അമ്മൻ്റെ കയ്യിലുണ്ട്. ചെറിയൊരു വസ്തുവാണ്. ചെറിയ വസ്തുവിൻ്റെ നീളം നമ്മൾ എന്തിലാണ് അളക്കാറ്? സെൻറ്റിമീറ്ററിലാണല്ലേ. നമ്മുടെ സ്കെയിലിൽ 1 മുതൽ 15 വരെയുള്ള ചെറിയ സ്കെയിലില്ലേ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അളവാണല്ലേ, എത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അതിൽ ഏറ്റവും കുറവുള്ള സെൻറ്റിമീറ്ററിലുള്ളതേ ഉള്ളൂ അല്ലേ, ബാക്കിയൊക്കെ മീറ്ററിലാണുള്ളത് അല്ലേ. 1 മീറ്റർ, 5 മീറ്റർ, അതൊക്കെ വലിയ അളവുകളാണ്. അതായത് 100 സെൻറ്റിമീറ്റർ. നിങ്ങളുടെ സ്കെയിലിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 15 സെൻറ്റിമീറ്റർ. അതുപോലത്തെ എത്ര സ്കെയിൽ വെക്കണം? 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത്രയും വലിയ അളവാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 5 മീറ്റർ എന്ന് പറയുമ്പോൾ 5 മീറ്റർ അല്ലേ, 5 മീറ്റർ, 1 മീറ്ററിൻ്റെ 5 മീറ്റർ കൂട്ടുമ്പോഴാണ് 5 മീറ്റർ. അപ്പോൾ അതൊക്കെ വലിയ അളവാണ്. ഈ കോവക്കയ്ക്ക് എന്തായാലും 1 സെൻറ്റിമീറ്ററിൽ ഒറ്റ അളവ് ഇവിടെ തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് കോവക്കയുടെ നീളം. ബി ക്വസ്റ്റ്യൻ, സാമ്പാറിൽ ഇടാനുള്ള മുരിങ്ങക്ക ഗോപു 3 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഓരോ കഷ്ണത്തിൻ്റെയും നീളം അളന്ന് എഴുതൂ. അല്ലേ, സാമ്പാറിലിടുന്ന മുരിങ്ങക്കായില്ലേ, അതിൻ്റെ കഷ്ണങ്ങളാണില്ലേ, ഇത് അളന്നിട്ട് സ്കെയിൽ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ അല്ലേ, 0 ഇവിടുന്ന് ഒരു തലക്കം തൊട്ടിട്ട് ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ, നിങ്ങളുടെ സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് എഴുതുക അല്ലേ. ഓരോ അളവുകളും എത്ര സെൻറ്റിമീറ്റർ, സെമി എന്ന് പറഞ്ഞിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ സി, ഗോപു മുറിച്ച മുരിങ്ങക്കയുടെ ആകെ നീളം എത്ര? ആകെ ഈ 3 കഷ്ണങ്ങളാണ് ഗോപു മുരിങ്ങക്ക മുറിച്ചത്. ആകെ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് എഴുതുക അല്ലേ. ഇതൊരു 5 സെൻറ്റിമീറ്റർ, ഇത് 3 ആണ്, ഇത് 5 ആണെങ്കിൽ എല്ലാ സെൻറ്റിമീറ്ററും പ്ലസ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ടോട്ടലിൽ ആകെ തുക ഇവിടെ എഴുതുകയും വേണം. പ്രവർത്തനം 2, ആരാണ് വിജയി? രത്നഗിരി LP സ്കൂളിലെ വാർഷികത്തോടനുബന്ധിച്ച് കുപ്പിയിൽ വെള്ളം നിറക്കാൻ മത്സരം നടന്നു. ഓരോ കുട്ടിയും പ്രവർത്തനം പൂർത്തിയാക്കാനെടുത്ത സമയം പട്ടികയായി താഴെ കൊടുത്തിരിക്കുന്നു. വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക അല്ലേ. ഈ ഡാഷിട്ട കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, വെള്ളം നിറക്കൽ മത്സരമാണ് നടക്കുന്നത് അല്ലേ. ഓരോ കുട്ടിയുടെ പേരുണ്ട്, സമയം അല്ലേ, എത്ര സെക്കൻഡിലാണ് ആ വെള്ളം നിറച്ചത് അല്ലേ, സമയം മിനിറ്റിലും സെക്കൻഡിലും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ സബിത എന്ന് പറഞ്ഞ കുട്ടി അല്ലേ, അത് എത്ര സെക്കൻഡിലാണ് അല്ലേ, സമയം ഇവിടെ തന്നിട്ടുണ്ട്. 24 സെക്കൻഡിലാണ് ഈ വെള്ളം പൂർത്തിയാക്കിയത്, വെള്ളം കുപ്പിയിൽ നിറച്ച് പൂർത്തിയാക്കിയത് അല്ലേ. വെള്ളം കളി മത്സരം അല്ലേ, ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന മത്സരം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. സെക്കൻഡിലുള്ള സമയമാണ് ഇവിടെ തന്നത്. ഈ രണ്ടാമത്തെ കോളത്തിൽ എന്താ തന്നത്? മിനിറ്റിലും സെക്കൻഡിലും. അതായത് 74 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? നമുക്കറിയാം 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. ഏറ്റവും ചെറിയ അളവാണ് സെക്കൻഡ് എന്ന് പറയുന്നതിൽ. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, അങ്ങനെ 60 സെക്കൻഡ് ആകുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റിലെ മിനിറ്റ് സൂചി ഒന്ന് അനങ്ങുന്നത് അല്ലെ, 1 മിനിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനത്തെ 30 മിനിറ്റുകളാവുമ്പോഴാണ് അരമണിക്കൂർ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇങ്ങനത്തെ 60 മിനിറ്റുകളാവുമ്പോഴാണ് നമ്മൾ 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 60 സെക്കൻഡ് ആകുമ്പോൾ 1 മിനിറ്റ്, 60 മിനിറ്റുകളാവുമ്പോൾ 1 മണിക്കൂർ അല്ലേ. 1 മണിക്കൂർ അല്ലേ, നമ്മൾ 3 മണി ടു 4 മണി അല്ലേ 1 മണിക്കൂറായെന്ന് പറയുന്നത് 60 മിനിറ്റുകളാവുമ്പോഴാണ്. അപ്പോൾ 74 സെക്കൻഡിൽ 60 സെക്കൻഡ് അല്ലേ, 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. ബാക്കി എത്ര കൂടെ ഉണ്ട്? 60ഉം 14 അല്ലേ, 74 അല്ലേ. 60 + 14 അല്ലേ, 6ഉം 1ഉം 7, 0ഉം 4ഉം 4 അല്ലേ, 74 സെക്കൻഡ്. അപ്പോൾ 74 സെക്കൻഡിൽ 60നെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം. ബാക്കി എത്രയുള്ളത്? 14 ഉള്ളത്, 14 സെക്കൻഡ് എന്നും പറയാം. സെക്കൻഡ് അനിതയുടെ സമയം, അനിത കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനെടുത്ത സമയം 104 സെക്കൻഡാണ് അല്ലേ. ഈ 104 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റും സെക്കൻഡും ആണ്. ഈ 104ൽ 60 സെക്കൻഡിനെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം. പിന്നെ 60 കഴിഞ്ഞാൽ എത്ര കൂടെ ബാക്കിയുണ്ട്? 60 കഴിഞ്ഞാൽ 104ലേക്ക് എത്താനില്ലേ, 60, 70, 80, 90, 100,
പിന്നെ ഒരു 4 അല്ലേ, 100 വരെ 40, 40ഉം 4, 44 സെക്കൻഡ് കൂടി ഉണ്ടല്ലേ ബാക്കി, 44 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് 44 സെക്കൻഡ് അല്ലേ. 60 + 44 ആണ് 6, 4ഉം 6ഉം 4ഉം 10, 104 എന്ന് പറയുന്നത് അല്ലേ. 104 സെക്കൻഡിന് 60 + 44, ഇതിലുള്ള 60നെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം. ബാക്കി എത്രയുണ്ട്? 44 സെക്കൻഡ് അല്ലേ. ബാക്കിയുള്ള ചെറിയ അളവിനെ സെക്കൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് സാബിൻ എന്ന കുട്ടി എത്ര സെക്കൻഡിലാണല്ലോ, ഇവിടെ മിനിറ്റിനും സെക്കൻഡിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ സെക്കൻഡിൽ മാത്രം എഴുതണം. 1 മിനിറ്റ് 38 സെക്കൻഡ്. 1 മിനിറ്റ് 38 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ 1 മിനിറ്റ്, ഇവിടെ ഉള്ള 60 സെക്കൻഡിനല്ലേ നമ്മൾ 1 മിനിറ്റ് എന്ന് എഴുതിയത്, ബാക്കിയുള്ളതിനെ സെക്കൻഡ് എന്ന് എഴുതി. അതായത് ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. 60ഉം 38 സെക്കൻഡും. 60ഉം 38 എത്രയാണ്? 8, 6, 7, 8, 9 അല്ലേ, 98. അതായത് 98 സെക്കൻഡ്, 98 സെക്കൻഡാണ് 1 മിനിറ്റ് 38 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ മിനിറ്റിനെ സെക്കൻഡിലേക്കാക്കാൻ, അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ 60 സെക്കൻഡും 38 സെക്കൻഡും എത്രയാണ്? 98 സെക്കൻഡ് അല്ലേ. ഇത് നേരെ തിരിച്ച് സെക്കൻഡിലേക്കാക്കാനാണ്. ഇനി സ്മിതയുടെ സെക്കൻഡിലെ, സെക്കൻഡിലാണ് സമയം തന്നത്, അത് നമ്മൾ മിനിറ്റിലും സെക്കൻഡിലും, അതായത് 118 സെക്കൻഡ് എന്നുള്ളതിനെ മിനിറ്റിലും സെക്കൻഡിലും ആക്കിയതാണ്. 118ൽ 60നെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം. ബാക്കി എത്രയുണ്ട് അല്ലേ? 60 കഴിഞ്ഞാൽ 118ലേക്ക് എത്ര കൂടി എത്തണം? 60 സെക്കൻഡിനെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം അല്ലേ. ബാക്കി എത്ര സെക്കൻഡ് ഉണ്ട്? 60 കഴിഞ്ഞാൽ 70, 80, 90, 100, 110, 118 അല്ലേ. 110 വരെ 50 സെക്കൻഡ് അല്ലേ. പിന്നെ ഒരു 8 കൂടി, അതായത് 58 സെക്കൻഡ് കൂടി, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 8, 6, 5, 11 അല്ലേ, 118 അല്ലേ. അപ്പോൾ 118 സെക്കൻഡിലെ നമുക്ക് എന്താണ്? 60 സെക്കൻഡിനെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം. ബാക്കിയുള്ള 58 സെക്കൻഡിലെ 58 സെക്കൻഡ് എന്ന് എഴുതാം അല്ലേ. മിനിറ്റിലും സെക്കൻഡിലും രണ്ടിലും എഴുതാനാണ് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് അഖിൽ 124 സെക്കൻഡാണ്. 124 സെക്കൻഡിനെ നമുക്ക്, ഇതിലുള്ള 60നെ നമുക്ക് 1 മിനിറ്റ് എന്ന് എഴുതാം. ബാക്കി എത്ര കൂടി ഉണ്ട്? 60ന് 1 മിനിറ്റ് എഴുതി അല്ലേ. 1 മിനിറ്റ് അല്ലേ, മിനിറ്റിൽ സെക്കൻഡിൽ എഴുതണം. ഇനി എത്ര സെക്കൻഡാണ് ബാക്കിയുള്ളത്? 60 കഴിഞ്ഞാൽ 124ലേക്ക് എത്താൻ 60, 70, 80, 90, 100, 110, 120, പിന്നെ ഒരു 4 കൂടി അല്ലേ, അതായത് 64 അല്ലേ. 64 കൂടി അല്ലേ. 4, 6, 6, 12, 124 അല്ലേ. ഈ 124 സെക്കൻഡിൽ 60നെ നമുക്ക് 1 മിനിറ്റ്, ബാക്കി എത്ര കൂടി ഉണ്ട്? ഒരു 64 സെക്കൻഡ് കൂടി. അപ്പോൾ അല്ലേ 124 സെക്കൻഡ് ആവുക. നേരെ തിരിച്ചിട്ടാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇവിടെ കൂട്ടിയിട്ട് എഴുതുക അല്ലേ. സെക്കൻഡിലേക്ക് മാത്രം എഴുതാനാണെങ്കിൽ ഇപ്പുറത്ത് എഴുതാനുള്ളത് കൂട്ടി, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എഴുതുക അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ 60 സെക്കൻഡ് 38 സെക്കൻഡ് കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതുക അല്ലേ. ഇവിടെ ഉള്ളതിൽ മിനിറ്റ് ആക്കി മാറ്റാൻ ഇതിലുള്ള 60 ഇവിടെയൊക്കെ 60കളുണ്ട്. 60 കഴിഞ്ഞിട്ട് എക്സ്ട്രാ വേറൊരു സംഖ്യ കൂടി ഉണ്ടല്ലേ. 60 കഴിഞ്ഞിട്ട് 74ലേക്ക് എത്താൻ എത്ര? ഒരു 14 കൂടി കൂട്ടണം. അപ്പോൾ ഇവിടെ ഉള്ള ഈ 60 സെക്കൻഡിനെ നമ്മൾ 1 മിനിറ്റ് എന്ന് എഴുതി, ബാക്കിയുള്ള 14നെ 14 സെക്കൻഡ് എന്ന് എഴുതി അല്ലേ. ഇവിടെയുള്ള എല്ലാത്തിനും 60 സെക്കൻഡുകളെല്ലാം 1 മിനിറ്റ് എന്ന് എഴുതി, ബാക്കിയുള്ളത് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതുപോലെ ക്ലോക്കുകളുടെയും കലണ്ടറിൻ്റെയും ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട് അല്ലേ. നമ്മൾ ക്രിസ്മസ് എക്സാമിന് ഒരുപാട് ചെയ്തതാണ്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, എത്ര മിനിറ്റുകൾ ചേർന്നാൽ 1 മണിക്കൂറാവും? 1 മണിക്കൂർ, 1 ഹവർ എന്ന് പറയുന്നത് എത്ര മിനിറ്റുകൾ ചേർന്നതാണ്? ഞാൻ ആദ്യം പറഞ്ഞു, അറിയുന്നവരൊന്ന് കമൻ്റ് ഇട്ടേ അല്ലേ. ഫസ്റ്റ് തന്നെ ഞാനിത് ഡിസ്കസ് പറയുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞതാണല്ലേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. 60 സെക്കൻഡാണ് ഏറ്റവും ചെറിയ അളവ്. 60 സെക്കൻഡുകളാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. 60 മിനിറ്റ് ആകുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് സെക്കൻഡ്, പിന്നെ മിനിറ്റ്, പിന്നെ മണിക്കൂർ അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയത് 60 സെക്കൻഡുകളാവുമ്പോഴാണ് 1 മിനിറ്റ് ആവുന്നത്. അങ്ങനത്തെ 60 മിനിറ്റുകൾ ചേരുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നത്, വലിയ 1 മണിക്കൂർ ആവുന്നത്. പ്രവർത്തനം 3, സോനുവിൻ്റെ പിറന്നാൾ. സോനുവിൻ്റെ പിറന്നാളിന് പായസം വെക്കുന്നതിന് അച്ഛൻ 8 ലിറ്റർ 750 മില്ലി ലിറ്റർ പാൽ കൊണ്ടുവന്നു. വീട്ടിൽ 2 ലിറ്റർ 250 മില്ലി ലിറ്റർ പാലുണ്ടായിരുന്നു. ക്വസ്റ്റ്യനെ, വീട്ടിലുണ്ടായിരുന്ന പാലിനോട് അച്ഛൻ കൊണ്ടുവന്ന പാൽ ചേർത്താൽ എത്ര ലിറ്റർ പാലാകും? അല്ലെ, വീട്ടിലുള്ള പാലിനോട് അച്ഛൻ കൊണ്ടുവന്ന പാല് ചേർക്കാൻ, അതായത് കൂട്ടാൻ അല്ലെ. വീട്ടിൽ 2 ലിറ്റർ 250 ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നത് അല്ലേ. 2 ലിറ്റർ 250 മില്ലി ലിറ്ററും പാലാണുള്ളത് വീട്ടിലുള്ളത് അല്ലേ. ഞാനെന്താണ് ലിറ്ററിനെ എൽ ഇല്ലേ, അതിൻ്റെ ഫസ്റ്റത്തെ ലെറ്ററിൽ ഇംഗ്ലീഷിൽ എൽ എന്നാണ് ഡിനോട്ട് ചെയ്യുക. നിങ്ങൾ ലിറ്റർ തന്നെ എഴുതുക അല്ലേ. 2 ലിറ്റർ പ്ലസ് 250 മില്ലി ലിറ്റർ എന്നുള്ള ഫസ്റ്റത്തെ 2 ലെറ്റർ മില്ലി ലിറ്റർ ML എന്ന് പറഞ്ഞിട്ട് ഷോർട്ടാക്കി എഴുതിയതാണ് അല്ലേ. 2 ലിറ്റർ 250 മില്ലി ലിറ്റർ പാലാണ് വീട്ടിലുള്ളത് അല്ലേ. അതിനോട് അച്ഛൻ കൊണ്ടുവന്ന പാല് കൂട്ടാനാണ്, ചേർക്കാനാണ് പറഞ്ഞത് അല്ലേ. അച്ഛൻ കൊണ്ടുവന്നത് എത്രയാണ്? 8 ലിറ്റർ 750 മില്ലി ലിറ്റർ പാല്, അതായത് 8 ലിറ്ററും 750 മില്ലി ലിറ്ററും. അച്ഛൻ കൊണ്ടുവന്ന പാൽ എത്രയാണ്? 8 ലിറ്റർ 750 മില്ലി ലിറ്റർ അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടാൻ ചേർത്താൽ, ഈ 2 വീട്ടിലുള്ള പാലും അച്ഛൻ കൊണ്ടുവന്ന പാലും രണ്ടും കൂടി കൂട്ടി എഴുതാനാണ് പറഞ്ഞത് അല്ലേ. രണ്ടും കൂടി ചേർത്താൽ എത്ര ലിറ്റർ പാലുണ്ടാവും?
ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുക അല്ലെ, രണ്ടാളുടേതും അല്ലെ, വീട്ടിലുള്ള പാലും അച്ഛൻ കൊണ്ടുവന്ന പാലും. അപ്പോൾ ലിറ്ററുകൾ തമ്മിൽ കൂട്ടുക, മില്ലി ലിറ്റർ പറഞ്ഞാൽ ചെറിയ അളവുകളാണ്, അത് തമ്മിൽ കൂട്ടുക അല്ലെ. 1000 മില്ലി ലിറ്റർ, ചെറിയ ചെറിയ മില്ലി ലിറ്ററുകൾ ചേരുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത് അല്ലേ. വലിയൊരു ലിറ്റർ, നമ്മുടെ ബോട്ടിൽ വാട്ടറൊക്കെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാറ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ അല്ലേ, ചെറിയ ചെറിയ മില്ലി ലിറ്റർ കൂടുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത്. അപ്പോൾ ഈ ചെറിയ മില്ലി ലിറ്ററിൻ്റെ അളവിനെ ഇവിടെ കൂട്ടിയെഴുതുക, ലിറ്ററിൻ്റെ അളവിനെ ഒരുമിച്ച് കൂട്ടിയെഴുതുക. അതായത് 8ഉം 2ഉം എത്രയാണ്? 10 അല്ലേ. 8 9 10, 10 ലിറ്റർ പ്ലസ് എത്രയാണ് മില്ലി ലിറ്റർ എത്രയാണ്? 750, 250 കൂട്ടിയാൽ എത്രയാണ്? 0 0 കൂട്ടിയാൽ 0, ദെൻ 5ഉം 5ഉം കൂട്ടിയാൽ 10ന് 0, ശിഷ്ടം 1, ബാലൻസ് 1 ഇല്ലേ. 7 8 9 ആ ബാലൻസ് 1 ഇല്ലേ, 10. അപ്പോൾ 1000, 1000 മില്ലി ലിറ്റർ എന്ന് കിട്ടി. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 ലിറ്റർ ആണല്ലേ. 1000 മില്ലി ലിറ്റർ ചേരുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത്. അപ്പോൾ 10 ലിറ്റർ പ്ലസ് 1 ലിറ്റർ എന്ന് എഴുതി കൂടെ നമുക്ക് ഈ മില്ലി ലിറ്ററിനെ. അതായത് 10ഉം 1 എത്രയാണ്? 11 ലിറ്റർ. എത്ര ലിറ്റർ പാലാകും അല്ലേ. മൊത്തം ലിറ്ററിലാണ് ചോദിച്ചത്. മലയാളം മീഡിയക്കാർ ലിറ്റർ എന്ന് തന്നെ എഴുതുക അല്ലേ. ഞാൻ ഷോർട്ടാക്കിയിട്ട് എൽ കൊണ്ട് ഡിനോട്ട് ചെയ്തതാണ്. ലിറ്റർ എന്നാണ് എൽ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇല്ലേ. വീട്ടിലുള്ള പാലും അച്ഛൻ കൊണ്ടുവന്ന പാലും അല്ലേ. മില്ലി ലിറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ലിറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ, സോനുവിൻ്റെ പിറന്നാൾ ദിവസം അച്ഛൻ കൊണ്ടുവന്ന 36 മിഠായികൾ തുല്യമായി വീതിച്ചപ്പോൾ ഓരോരുത്തർക്കും 4 മിഠായി വീതം കിട്ടി. എത്ര പേർക്കാണ് മിഠായി ലഭിച്ചത്? അപ്പോൾ 4 എണ്ണം വീതമാണ് ഈ 36 മിഠായില്ലേ. എല്ലാവർക്കും തുല്യമായിട്ട് 4 എണ്ണം വീതമാണ്. എത്ര ആളുണ്ടോ ആ ആളുകൾക്കൊക്കെ 4 എണ്ണം വീതം തുല്യമായിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഈ 36 മിഠായി 4 ആളുകൾക്ക് തുല്യമായി വീതിക്കണമെങ്കിൽ എത്ര ആളുകൾക്ക് കൊടുക്കണം അല്ലെ. 36ൽ എത്ര 4 ഉള്ളത്? 9ൻ്റെ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 4 എത്രയാണ്? 36 അല്ലേ. 9 4 9 ആളുകൾക്ക് കൊടുക്കണം അല്ലേ. ഇതാ ഈ 36 മിഠായികൾ അല്ലേ. ഇത് 36 മിഠായിയാണ്. ഈ 36 മിഠായികൾ 4 വീതമാണ് ഓരോരുത്തർക്കും കൊടുത്തത്. അപ്പോൾ എത്ര ആൾക്കാർക്കാണ് അല്ലേ? 9 ആളുകൾക്ക് കൊടുക്കണം അല്ലേ. 1 2 3 4 5 6 7 8 9 അല്ലേ. 9 ആളുകൾക്ക് കൊടുക്കണം. 4 എണ്ണം വീതം കൊടുക്കണമെങ്കിൽ അല്ലേ. എല്ലാവർക്കും 4 എണ്ണം വീതം അല്ലേ. ഒരാൾക്ക് 4 അല്ലേ. അങ്ങനെ 9 4 അല്ലേ 36 അല്ലേ. 9 ആളുകൾക്ക് കൊടുക്കണം 4 എണ്ണം വീതം. ഒരു 5 ആളുകൾക്ക് 4 എണ്ണം വീതം കൊടുത്താൽ 36 മിഠായി ഫുള്ളാവോ? ഇല്ല. അല്ല, 36 മിഠായി തുല്യമായി വീതിക്കണം അല്ലേ. ഒരു 2 ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ 4 4 8 അല്ലേ. 3 ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ 8 8ഉം 4ഉം എത്രയാണ്? 8 9 10 11 12 13 14 15 16 അല്ലേ. അത്രയൊക്കെ ആവുള്ളൂ. അപ്പോൾ 9 ആളുകൾക്ക് കൊടുക്കണം അല്ലേ. 9 ആളുകൾക്ക് 4 എണ്ണം വീതം. അതായത് 36ൽ എത്ര 4 ഉണ്ട് അല്ലേ. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 4 മിഠായി വീതമല്ലേ ഓരോരുത്തർക്കും കിട്ടിയത്. 36ൽ എത്ര 4 ഉണ്ട് അല്ലേ. 9 4 36 അല്ലേ. 36/4 ഈ ക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ ഹരിക്കണം, ഹരണമാണ് അവിടെ ചെയ്യേണ്ടത് അല്ലേ. എങ്ങനെയാണെന്ന് ചോദിക്കൂലേ. അങ്ങനെ ചോദിക്കുമ്പോൾ ഹരിക്കണ്ട നിങ്ങളെന്താണ് 36ൽ എത്ര 4 ഉണ്ട്? 9 4 34. ആ ക്രിയ ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടാവുള്ളൂ. അതേതാണ്? ഹരണമാണ്. പ്രവർത്തനം 4, കാടുകളി. അനുവും ബിനുവും മീനുവും കൂടി കാട് കളിക്കുകയായിരുന്നു. 3 പേർക്കും കിട്ടിയ കാർഡുകൾ നോക്കൂ അല്ലെ. അനുവും ബിനുവും മിനുവും അല്ലേ, ഇവർ 3 കൂടി കാട് കളിക്കാണ്. 3 പേർക്കും കിട്ടിയ കാർഡ് 8 9 4. ഈ കാർഡുകൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ നിർമ്മിക്കാൻ കഴിയുന്ന 3 അക്ക സംഖ്യകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് ഈ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കരുത് അല്ലേ. 8 9 വീണ്ടും 8 എടുത്തിട്ട് ആവർത്തിക്കരുത് അല്ലേ. ഒരു വട്ടേ ഓരോന്നും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കഴിയുന്ന 3 അക്ക സംഖ്യകൾ ഏതെല്ലാം? 3 അക്കങ്ങളിലെ 4 അക്കം ഉണ്ടാവരുത്. 3 അക്കം അല്ലേ. 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലേ. 3 അക്കം. 2 അക്കാണ് 8 89 എന്ന് പറയുമ്പോൾ 2 അക്കാവുള്ളൂ. 3 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞത്. ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ 4 എടുക്കുക, പിന്നെ 8 9 അല്ലേ. ചെറുതെന്ന് ഇങ്ങനെ എഴുതി പോവുക. പിന്നെ 4 കൊണ്ട് തുടങ്ങാൻ 4 9 8 അല്ലേ. അങ്ങനെ എടുക്കാം. ഞാനിവിടെ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ. 8 9 4 അല്ലേ. ഈ ഒരു സംഖ്യ അല്ലേ. ഇങ്ങനെ തന്നെ എടുക്കാം. പിന്നെ ഇത് തിരിച്ചിട്ട് 8ഉം 4ഉം 9ഉം ആക്കാം. ആദ്യം നമ്മൾ 8ഉം 9 4 എടുത്തു. ഇനി തിരിച്ചിട്ട് 8 4 9 എടുക്കാം. ഇനി അതേപോലെ 4 ഫസ്റ്റ് തുടങ്ങിയിട്ട് 4 8 9 നമ്മളെടുത്തു. 4 9 8 നമ്മളെടുത്തു. പിന്നെ 4 4 9 അങ്ങനെ എടുക്കരുത്. അക്കങ്ങൾ ആവർത്തിക്കരുത് അല്ലേ. അപ്പോൾ ഇനി എന്താ ഉള്ളത്? ഇനി 9 എന്നല്ലേ തുടങ്ങാനുള്ളൂ. 4 നിന്ന് തുടങ്ങി, 8 നിന്ന് തുടങ്ങി, ഇനി 9 എന്നല്ലേ. 9 നിന്ന് തുടങ്ങിയാൽ 3 അക്കങ്ങൾ 9 4 8 9 8 4 അല്ലേ. ഇത്രയും സംഖ്യകളെല്ലാം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. 4 നിന്നും തുടങ്ങി അല്ലേ. 4 9 8 എടുത്തു, 4 8 9 എടുത്തു അല്ലേ. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ആവർത്തിക്കാത്ത 3 അക്കങ്ങളുണ്ടാണ്. 3 അക്ക സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. 2 അക്ക സംഖ്യ ആണെങ്കിൽ 2 അക്ക സംഖ്യകൾ അല്ലേ. 2 അക്കങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ 4 നിന്ന് തുടങ്ങിയിട്ട് 4 8 9 എഴുതി, 4 9 8 എഴുതി അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ എഴുതുക. അക്കങ്ങൾ ആവർത്തിക്കരുത്. 4 8 4 എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത്. ഓക്കെ, ഇതെല്ലാം ഈ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് കേട്ടോ. ഇവിടെ കൊള്ളാത്തത് കൊണ്ട് ഇവിടെ എഴുതിയെന്നുള്ളൂ. ബി ക്വസ്റ്റ്യൻ എന്താണ്? നിർമ്മിച്ച സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക.
അല്ലേ, വലിയതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഒക്കെ ചോദിക്കും അല്ലേ. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ അത് കുറയാണ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലേ, നിർമ്മിച്ച സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും വലിയ നമ്പറിലല്ലേ തുടങ്ങാം അല്ലേ. ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4 ആണോ 9 ആണോ 8 ആണോ? 9 അല്ലേ. അപ്പോൾ 9 നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 9. പിന്നെ അതിനേക്കാളും പിന്നെ വലിയ നമ്പറല്ലേ 948 വലുത് 984 ഏറ്റവും വലിയ സംഖ്യ, അതിനേക്കാളും ചെറുത്, അതിനേക്കാളും ചെറുത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും വലുത് 984, പിന്നെ 948 അല്ലേ. പിന്നെ 9 തുടങ്ങുന്നത് ഇതേ ഉള്ളൂ അല്ലേ. പിന്നെ അടുത്തത് ഏതായിരിക്കും? 894, പിന്നെ 849, പിന്നെ ഏതായിരിക്കും? 498. അതിനേക്കാൾ ചെറുതല്ലേ 489 എന്ന് പറയുന്നത്. ഏറ്റവും ചെറുത് ലാസ്റ്റ് എഴുതുക അല്ലേ, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ചെറുതിൽ നിന്നാണെങ്കിൽ ഏറ്റവും ചെറുത് 489 അല്ലേ, ഏറ്റവും ചെറിയ നമ്പർ ആദ്യം വരുന്നത്. പിന്നെ ഇതിൽ നിന്ന് തന്നെ വേറൊരു ചോദ്യം, ഇതുപോലൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന 3 അക്ക സംഖ്യ എഴുതാൻ പറയും. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യക്ക് നിങ്ങൾ എന്ത് എഴുതണം? ഏറ്റവും ചെറിയ അല്ലേ, ഏറ്റവും ഇതിൽ ചെറുത് ആദ്യം എഴുതുക, പിന്നെ അതിനേക്കാളും വലുതാ പിന്നെ എഴുതുക, പിന്നെ അതിന് ഏറ്റവും വലുത് ലാസ്റ്റ് എഴുതുക. അതാണ് നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ. ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ പറയും. ഇനി ഈ 3 അക്ക സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ സംഖ്യ അല്ലേ, 3 ഏറ്റവും ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഏറ്റവും വലുത് ആദ്യം എത്തുക അല്ലേ, ഏറ്റവും വലുത് അല്ലേ, അതല്ലേ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ തൊട്ട് ചെറുത് അല്ലേ, ഏറ്റവും ചെറുത് ലാസ്റ്റ് എത്തുക. ഇതല്ല ഏറ്റവും വലിയ സംഖ്യ, ഇത് ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം അല്ലേ. ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും അല്ല, ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും. പ്രവർത്തനം 5, ബുക്കിൻ്റെ വില. ചിന്നു, ഒരു ബുക്കിന് 25 രൂപ, 15 ബുക്കിന് 400 രൂപയാണ്. കടക്കാരൻ പറയാം ഒരു ബുക്കിന് 25 രൂപയാണ്, പിന്നെ 15 ബുക്കിന് 400 രൂപയാണെന്ന്. അപ്പോൾ ചിന്നു എന്താ പറയുന്നത്? ഈ കണക്ക് ശരിയല്ലല്ലോ, കബളിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഈ കണക്ക് തെറ്റാണെന്നാണ് ചിന്നു പറയുന്നത്. ക്വസ്റ്റ്യനെ ചിന്നു പറഞ്ഞതാണോ കടക്കാരൻ പറഞ്ഞതാണോ ശരി, കണ്ടുപിടിക്കുക, ഉത്തരം എഴുതുക അല്ലെ. ആര് പറഞ്ഞതാണ് ശരി, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ. ഒരു ബുക്കിന് 25 രൂപ അല്ലേ, ഒരു ബുക്കിനാണ് 25 രൂപ അല്ലേ. അപ്പോൾ 15 ബുക്കിന് 400 രൂപയാണെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ 15 ബുക്കിന് എത്രയാവും? 15 × 25 ചെയ്താൽ മതി അല്ലേ. ഒരു ബുക്കിന് 25 രൂപ, 2 ബുക്കിന് എന്താവും? 2 × 25 അല്ലേ, അതായത് 50 രൂപ അല്ലേ. 2 25കൾ കൂട്ടണം അല്ലേ. ഒരു ബുക്കിന് 25 ആണെങ്കിൽ 2 ബുക്കിന് 25 പോലെ 2 25 കൊടുക്കണം. 3 ബുക്കിന് 3 25 രൂപ കൊടുക്കണം. 4 ബുക്കിന് 4 25 കൊടുക്കണം. അങ്ങനെ 15 ബുക്കിന് 15 25 രൂപ കൊടുക്കണ്ടേ, അതായത് 15 × 25. 25 × 15ഉം 15 × 25ഉം രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ, ഇത് രണ്ടും ഒന്നാണോ അല്ലേ. 25 ഇൻറ്റു അല്ലേ, ഗുണിക്കുന്നത് ഇങ്ങോട്ടും അല്ലേ. 15 × 25, 25 × 15ഉം ഒരേ നമ്പറാണ് കിട്ടുക അല്ലേ. 1 × 3, 3 × 1 ചെയ്താലും 3 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ 5 എത്രയാണ്? 5 × 5 അല്ലേ. ഈ 5നെ കൊണ്ട് ഈ സംഖ്യ രണ്ടും ഗുണിക്കുക, പിന്നെ 1നെ കൊണ്ടും ഈ രണ്ടും ഗുണിക്കുക, അങ്ങനെയല്ലേ ഗുണിക്കൽ. 5 5 25ന് 5 ശിഷ്ടം 2, 2 5 10ഉം ഈ 2ഉം അല്ലേ 12. പിന്നെ ഈ 1നെ കൊണ്ട് ഗുണിക്കുക, 1 5 5, 1 2 2, 5 5ഉം 6ഉം 7ഉം 2 1 3, 375 രൂപയാണ് ആവുകയുള്ളൂ അല്ലേ. കടക്കാരൻ 400 രൂപയാണെന്ന് പറഞ്ഞു അല്ലേ, വില കൂട്ടി പറഞ്ഞു. ചിന്നു അത് കണ്ടുപിടിച്ചു അല്ലേ, തെറ്റാണെന്ന് കബളിപ്പിക്കാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ കണക്കറിയുന്നവരെ പറ്റിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ നിങ്ങളോടും ഇതേപോലെയൊക്കെ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇല്ലേ. അപ്പോൾ നിങ്ങൾ 25 ബുക്കൊക്കെ അല്ലേ 15 ബുക്കൊക്കെ ഒരുമിച്ച് വാങ്ങുമ്പോൾ കടക്കാരൻ കൂട്ടി പറഞ്ഞു അല്ലേ, ചിന്നു അത് കണ്ടുപിടിച്ചു. 25 ബുക്കിന് അല്ലേ, ഒരു ബുക്കിന് 15 ആണെങ്കിൽ 25 ബുക്കിന് എത്രയാവുകയുള്ളൂ? 25 × 15 325 രൂപയാവുകയുള്ളൂ. അപ്പോൾ ആര് പറഞ്ഞതാണ് ശരി? ചിന്നു പറഞ്ഞതാണ് ശരി, കടക്കാരൻ പറഞ്ഞത് തെറ്റാണ് അല്ലേ. 15 ബുക്കിന് 325 രൂപയാണ് എഴുതുക. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, ചിന്നു 500 രൂപ നോട്ട് നൽകിയാൽ ബാക്കി എത്ര രൂപ കടക്കാരൻ ചിന്നുവിന് നൽകണം? അപ്പോൾ ചിന്നു 500 രൂപയാണ് കൊടുത്തത്, ബുക്കിന് എത്രയാണ്? 15 ബുക്ക് ചിന്നു വാങ്ങിയതിന് 325 രൂപയാണ് ആയത് അല്ലേ. അപ്പോൾ കടക്കാരൻ ബാക്കി എത്ര കൊടുക്കണം അല്ലേ. ഇതിൻ്റെ ബാക്കി 325 രൂപ കടക്കാരൻ എടുക്കും അല്ലേ. അത് 500-ൽ നിന്നും ബാക്കിയുള്ളത് അല്ലേ, ഇത് കഴിഞ്ഞിട്ടുള്ളത് കടക്കാരൻ ഇങ്ങോട്ട് ബാലൻസ് തരണ്ടേ. നിങ്ങളൊരു 5 രൂപക്ക് 5 രൂപ കൊടുത്താൽ 3 രൂപേൻ്റെ മിഠായി വാങ്ങിയിട്ടുള്ളെങ്കിൽ ആ 3 രൂപ കടക്കാരൻ എടുത്തിട്ട് ബാക്കി 2 രൂപ തരണ്ടേ. അതായത് 5-ൽ നിന്നും 3 കുറച്ചതല്ലേ, നിങ്ങൾ കൊടുത്ത പൈസയിൽ നിന്നും കടക്കാരനല്ലേ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ മൈനസ് ചെയ്യുക. കടക്കാരന് കൊടുത്ത പൈസ 500, അതിൽ നിന്നും നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കുറയ്ക്കുക അല്ലേ. 325 രൂപയുടെ ബുക്കാണ് വാങ്ങിയത്, അത് കുറച്ചാൽ മൈനസ് ചെയ്താൽ എത്ര രൂപ കടക്കാരന് തിരിച്ചു തന്നു എന്നുള്ളത് കിട്ടും അല്ലേ. നിങ്ങളൊരു 5 രൂപ നോട്ടാണ് കടക്കാരന് കൊടുക്കുന്നത് അല്ലേ. നിങ്ങൾ 3 രൂപക്ക് മിഠായി വാങ്ങിയാൽ കടക്കാരൻ ബാക്കി 2 രൂപ തരും. അതെങ്ങനെ കിട്ടിയത്? 5 - 3, നിങ്ങൾ കൊടുത്ത പൈസയിൽ നിന്ന് എത്ര സാധനങ്ങൾ വാങ്ങി അല്ലേ. 3 രൂപക്കാണെങ്കിൽ വാങ്ങിയതെങ്കിൽ 5 - 3 ആണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 500 - 325 രൂപക്കാണ് ബുക്ക് വാങ്ങിയത്. അപ്പോൾ 0-ൽ നിന്നും 5 പോവില്ല ഇല്ലല്ലോ, 0-ൽ 5 ഇല്ല. തൊട്ട ആളടുത്തുനിന്ന് കടം ചോദിക്കാൻ നോക്കും, അവിടെയും 0 അല്ലേ, അയാളടുത്തൊന്നും ഇല്ല
അപ്പോൾ 5-ൽ നിന്നും കടമെടുക്കുമ്പോൾ 5 എന്താണ്, ഇവന് 1 കൊടുക്കുമ്പോൾ ഇത് 10 ആയില്ലേ. 0-ൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് ചെയ്യുക അല്ലേ. 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5 1 കൊടുത്തു, അപ്പോൾ 5 4 ആയി അല്ലേ. പിന്നെ ഈ 10-ൽ നിന്നും 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ 0-ൻ്റെ അടുത്ത് 1 പോയി നിൽക്കും അല്ലേ. അപ്പോൾ 0 10 ആയി, ഈ 10 1 കൊടുത്തു, അപ്പോൾ ഇത് 9 ആയി. 10-ൽ നിന്ന് 5 പോയാൽ 5, 9-ൽ നിന്ന് 7 പോയാൽ 2, 4-ൽ നിന്ന് 3 പോയാൽ 1, 125. അപ്പോൾ 125 രൂപയാണ് കടക്കാരൻ ബാക്കി നൽകിയത് അല്ലേ. അല്ലേ, ഈ പൂജ്യങ്ങൾ വരുന്ന സംഖ്യ അല്ലേ, 1000-ൽ നിന്നും 500-ൽ നിന്നൊക്കെ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ, മൈനസ് ചെയ്യാൻ, കുറയ്ക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എൻ്റെ ഈ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ ക്ലാസ് 3 മാത്സ് അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ, ക്ലാസ് 3 മാത്സിൻ്റെ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഈ 0-ത്തിനല്ലേ ഇങ്ങനെയൊന്നും കടമെടുക്കുക വെട്ടൊന്നും വേണ്ട അല്ലേ. ഈ 0-ത്തിന് നമ്മൾ 10 ആക്കി എടുക്കുക, 10 അല്ലെ അവസാനമുള്ള നമ്പറിനെ 10-ൽ നിന്ന് മൈനസ് ചെയ്യുക, തൊട്ടടുത്തുള്ളതിനെ 9-ൽ നിന്ന് മൈനസ് ചെയ്യുക അല്ലെ. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ കിട്ടുന്നതാണ്. ഇങ്ങനെ ഇതാണ് കടം ചോദിക്കുകയോ കടമെടുക്കുകയോ ഒന്നും വേണ്ട. ഒറ്റ നോട്ടത്തിൽ അറ്റ് എ ഗ്ലാൻസ് നിങ്ങളുടെ അവസാനത്തെ ചാപ്റ്ററിൽ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. യാത്രാരീതി. മഞ്ചാടി GUPSൽ 3-ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും സ്കൂളിൽ എത്തിച്ചേരുന്ന വ്യത്യസ്ത രീതികളാണ് ചുവടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്കൂളിൽ സൈക്കിൾ വഴി എത്തുന്നവർ അല്ലേ, ബസ് വഴി എത്തുന്നവർ, നടന്നിട്ട് അല്ലേ, കാറിൽ പോകുന്നവർ. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? അപ്പോൾ ഇതുപോലൊരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുന്നതാണ് അല്ലേ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഒരു ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലെത്തുന്നത് എങ്ങനെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിലെത്തുന്നത് എണ്ണി നോക്കണം അല്ലേ. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13. ഇവിടെ 13 കുട്ടികളാണ് ബസ്സിൽ പോകുന്നത്. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ. ഇവിടെ 12 കുട്ടികളാണ് സൈക്കിളിൽ പോകുന്നത് അല്ലേ. കാണുമ്പോൾ ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ ഇതിനേക്കാളിലും. പക്ഷേ ഇവിടെ അടുപ്പിച്ചാണുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് എണ്ണം കൂടുതൽ. എണ്ണി നോക്കുക, ഗസ് ചെയ്ത് ഊഹിച്ച് ചെയ്തരുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് ബസ്സിലാണ്. ഏറ്റവും കൂടുതൽ സ്കൂളിലെത്തുന്നത് എങ്ങനെയാണ്? ബസ്സിൽ. നടന്നു വരുന്നവരാണോ സൈക്കിളിൽ വരുന്നവരാണോ കൂടുതൽ? അപ്പോൾ നടന്നു വരുന്നവരാണോ സൈക്കിളിൽ വരുന്നവരാണോ കൂടുതൽ? സൈക്കിളിൽ വരുന്നവർ. എത്ര കൂടുതലുണ്ട് നടന്നു വരുന്നവരെക്കാൾ? നടന്നു വരുന്നവർ എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലെ. 6 ആളുകളാണ് നടന്നു വരുന്നത്. അതിനേക്കാൾ എത്ര കൂടുതലാണ് സൈക്കിളിൽ വരുന്നവർ അല്ലെ. 6-ൽ നിന്നും 12-ലേക്ക് എത്താൻ ഒരു 6 കൂടി കൂട്ടണം. 6 6 അല്ലേ 12 അല്ലെ. 6 ആളുകൾ കൂട്ടുമ്പോഴാണ് 12 എത്തുന്നത് അല്ലേ. 6 7 8 9 10 11 12 അല്ലേ. ഒരു 6 ആളുകൾ കൂടുതലാണ് സൈക്കിളിൽ വരുന്നത് അല്ലേ. ഇവിടെ 6 ആളുകളേ ഉള്ളൂ. ഇവിടെ 6-നേക്കാൾ ഒരു 6 കൂടി ഒരു 6 ആൾ കൂടിയും കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ 6 കൂടുതൽ. എത്ര കൂടുതൽ? ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് അല്ലേ. ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ആകെ ഉള്ളത്? ഇവിടെ 1 അല്ലേ. അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടി. കാറിൽ, നടന്നിട്ട്, ബസ്സിൽ, സൈക്കിളിൽ എല്ലാ കുട്ടികളും ആയില്ലേ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കുട്ടികളുണ്ടെന്ന് കിട്ടിയില്ലേ? 12 + 13 + 6 + 1 3 4 5 6 അല്ലേ. 3ഉം 2ഉം 5, 1ഉം 6, 6ഉം 6ഉം 12 അല്ലേ. 12-ന് 2 ശിഷ്ടം 1 1 2 3 അല്ലേ. 32 കുട്ടികളാണ് ആകെയുള്ളത്. ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ. ഈ പട്ടികയെ അടിസ്ഥാനമാക്കി കൂട്ടുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം തയ്യാറാക്കാനാണ് അല്ലേ. കൂട്ടുകാരോട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം അല്ലേ. നടന്നു വരുന്ന കുട്ടികളുടെ എണ്ണം എത്ര അല്ലേ. ബസ്സിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എത്ര, സൈക്കിളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എത്ര അല്ലേ. എന്ത് വേണമെങ്കിലും ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ. കാറിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എത്ര, കാറിൽ പോകുന്ന കുട്ടികളെക്കാൾ നടന്നു പോകുന്നത് എത്ര കുട്ടികളാണ് അല്ലേ. നടന്നു വരുന്നവരെക്കാൾ എത്ര കുറവാണ് കാറിൽ പോകുന്ന കുട്ടികൾ അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇഷ്ടമുള്ളതുപോലെ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും അല്ലേ ക്ലാസ് 3 മാത്സ് എന്നുള്ള പ്ലേ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലേ. ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേ ലിസ്റ്റ് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടുന്നതാണ്.